നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂരിൽ കുടിനീരിനായുള്ള പോരാട്ടം തുടരുന്നു. കുടിവെള്ള വിതരണം ത്വരിതപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭയിലെ ഇടത് കൌൺസിലർമാർ പുനലൂർ തഹസിൽദാരെ ഉപരോധിച്ചു. ക്ഷാമം പരിഹരിക്കാൻ കല്ലടയാറ്റിൽ പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുമെന്ന് നഗരസഭ. വീട്ടിനുള്ളിൽ കയറി മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ വെന്തുരുകുന്നു. സൂര്യതാപത്തിൽ മൃഗാശുപത്രി ജീവനക്കാരന് പൊള്ളലേറ്റു. വാർത്തകൾ വിശദമായി. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് പുനലൂർ നഗരസഭയിലെ ഇടതുപക്ഷ കൌൺസിലർമാർ താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും ജലവിതരണത്തിനുള്ള ടാങ്ക് ഘടിപ്പിച്ച വാഹനങ്ങൾ എത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന് കൌൺസിലർമാർ ആരോപിച്ചു. കുടിവെള്ള പ്രശ്നത്തിൽ റവന്യൂ അധികൃതർ അലംഭാവം കാട്ടുന്നു എന്ന് ആരോപിച്ച് പുനലൂർ നഗരസഭാ കൌൺസിലർമാർ താലൂക്ക് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 2 ആഴ്ച മുമ്പ് പുനലൂർ തഹസിൽദാർ ടാങ്ക് ഘടിപ്പിച്ച ലോറി ഉടമകളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും കുടിവെള്ള വിതരണത്തിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നാരോപിച്ചാണ് നഗരസഭാ കൌൺസിലർമാർ താലൂക്ക് ഓഫീസിൽ പടിക്കൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ചെയ്യാൻ എല്ലാവരും പറയും. നമ്മുടെ മേലെ ഓഫീസിലായിരുന്നാലും മേലെ ദിവസങ്ങളിൽ വിളിച്ച് അതിനെ പിടിച്ച് കൂടെ അമ്മയന്മാരെ പിടിച്ച് കൊടുക്കുന്നതന്നെ പറയണത്. ഇത് ബില്ലുമാരാൻ ഇതിന്റെ പുറകെ കിടക്കുന്ന നമുക്കേ അറിയാവുന്നതിന്റെ ബുദ്ധിമുട്ട്. നിങ്ങൾ ആരുടെ ഈ വെള്ളത്തിന്റെ രൂക്ഷത വന്ന സമയത്ത് കുടിവെള്ളം കൊടുക്കാൻ മോളിൽ നിന്ന് ഡയറക്റ്റ് കഴിഞ്ഞ് നമ്മൾ ഞാനും കൊടുത്തേക്കണം. കോടിക്കണക്കിന് രൂപ കൊടുത്ത താലൂക്കിൽ നിന്ന് വന്നതാണ്. ഇന്ന് ആ ബില്ലുകൾ വാരാതിന്റെ പുറകെ ആര് വിളിച്ചു, നിങ്ങൾ എപ്പോഴും കൊട്ടേഷൻ വിളിച്ചു, എല്ലാം മന്ത്രി MLA-മാരുടെ സാന്നിധ്യത്തിലുള്ള മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ രേഖ. പിന്നെ ആ മിനിറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ശനിയാഴ്ചത്തെ നമ്മുടെ സ്ഥിതി ആകെ 3 ടാങ്കറാണ് ഉള്ളത്. മറ്റേ നഗരസഭകളിൽ അവരുടേതായ ഓൺ ഫണ്ടിൽ നിന്നാണ് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ തഹസിൽദാർ ആർ സുഗു ജില്ലാ കളക്ടറും RDOയുമായും ബന്ധപ്പെട്ടു. ഉടൻ തന്നെ നഗരസഭയ്ക്ക് ടാങ്ക് ഘടിപ്പിച്ച വാഹനങ്ങൾ നൽകാമെന്ന ഉറപ്പിന്മേൽ കൌൺസിലർമാർ സമരം അവസാനിപ്പിച്ചു. കൌൺസിലർമാരായ D ദിനേശൻ, ജിജി കെ ബാബു, വസന്ത രഞ്ജൻ, വിമല ഗുരുദാസ്, G രഞ്ജിത്ത്, VP ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പുനലൂർ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് വെല്ലുന്ന താഴേക്ക് വാട്ടർ ലെവൽ താണതുകൊണ്ടാണ് കുടിവെള്ള പദ്ധതി പമ്പ് ചെയ്യാൻ റോ വാട്ടർ പമ്പിംഗ് പൂർണ്ണമായി നിർത്തിയിരിക്കുന്നതാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല കാരണം അവരുടെ പമ്പിങ്ങിന്റെ ഡിസ്ചാർജ് വളരെ കുറവായതുകൊണ്ട് പമ്പ് അത് പണിയായതുകൊണ്ട് 2 പമ്പും ഇപ്പോൾ കേടായി കിടക്കുകയാണ്. ആ സാഹചര്യത്തിൽ പുനലൂരിലെ ജനങ്ങൾ ഏതാണ്ട് 5500 വാട്ടർ കണക്ഷനുകളും 480 ടാപ്പുകളും ഇപ്പോൾ വരണ്ട് നിൽക്കുകയാണ്. പുനലൂരിലെ കുടിവെള്ളം വളരെ രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തരമായി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി പുനലൂർ നഗരസഭാ കൌൺസിലർമാർ ബഹുമാനപ്പെട്ട തഹസിൽദാർ ഇപ്പോൾ ഇലക്ഷൻ കൂടി ഡിക്ലെയർ ചെയ്ത സാഹചര്യത്തിൽ ഭരണനിർവഹണം നടത്തുന്ന തഹസിൽദാർ അദ്ദേഹത്തെ നേരിട്ട് വന്ന് കണ്ട് അടിയന്തരമായി കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കൌൺസിലർമാർ ഇവിടെ കുത്തിയിരിപ്പ് നടത്തും. തഹസിൽദാർ കാര്യമായിട്ട് ഇടപെട്ട ADM-മായി ബന്ധപ്പെട്ട് നാളെ പുതിയ 3 വാട്ടർ ടാങ്കർ കൂടി നമ്മുടെ നഗരസഭാ പ്രദേശത്ത് എത്തിക്കാമെന്നും ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും കുണ്ട്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നും ആവശ്യത്തിന് ജല ലഭ്യത ഉറപ്പാക്കി തരാമെന്നും ബഹുമാനപ്പെട്ട തഹസിൽദാർ അദ്ദേഹം പറഞ്ഞു. ADM-വുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തടയണ അടിയന്തരമായി താൽക്കാലികമായി ഉയർത്താമെന്നും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ എത്തി അവരെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുവാൻ വേണ്ടി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കാൻ തീരുമാനം. നഗരസഭാ വൈസ് ചെയർമാൻ S ബിജുവാണ് ഇക്കാര്യം അറിയിച്ചത്. പുനലൂരിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദും വൈസ് ചെയർമാൻ S ബിജുവും ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയ്ക്കകം തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കാൻ ജില്ലാ കളക്ടർ മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അലക്സ് വർഗീസിനെ ചുമതലപ്പെടുത്തിയതായും 3 ലക്ഷം രൂപ ഇതിനായി വകയിരുത്തിയിരിക്കുന്നതായും വൈസ് ചെയർമാൻ S ബിജു പറഞ്ഞു. കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമായി പുനലൂർ ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസക്കാലമായി കല്ലടയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതിനെ തുടർന്നിട്ട് പുനലൂർ കുടിവെള്ള പദ്ധതിയുടെ വെള്ളമെടുക്കുന്ന കിണർ, അതായത് ഇൻടേക്ക് വെൽ, അതിൻ്റെ ലെവലിനേക്കാൾ വെള്ളം കല്ലടയാറ്റിലെ ജലനിരപ്പ് താഴുകയും അതിനെ തുടർന്ന് കിണറിൻ്റെ മുകൾ ഭാഗം
തെളിഞ്ഞു കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ജലനിരപ്പ് താണിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പമ്പ് ഹൗസിലെ പ്രവർത്തനം ക്ഷമത പകുതിയായി താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ 8 മണിക്കൂർ 9 മണിക്കൂർ പമ്പ് ചെയ്യുമ്പോൾ പ്രധാന ടാങ്ക് നിറയുമായിരുന്നെങ്കിൽ ഇപ്പോൾ പകുതി ടാങ്ക് വെള്ളം മാത്രമാണ് നിറയ്ക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ നേരിടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നഗരസഭാ ഭരണാധികാരികൾ എന്ന നിലയിൽ ഞാനും ചെയർമാനും അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കളക്ടറേറ്റിൽ വിളിച്ചു വരുത്തി ADM നേരിട്ട് തടയണ മണൽച്ചാക്ക് അടുക്കി ഉയർത്തുന്നതിനാവശ്യമായ നിർദ്ദേശം നൽകി. അതിന് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 3 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റിന് ജില്ലാ കളക്ടർ അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വേനൽ കനക്കുന്നതോടെ പുനലൂർ കുടിവെള്ള പദ്ധതിയുടെ ഇൻടേക്ക് വെൽ വഴി വെള്ളം ശേഖരിക്കാൻ സാധിക്കാത്തതിനാലാണ് തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്നത്. തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുന്നതോടെ പുനലൂരിലെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുമെന്നും വൈസ് ചെയർമാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ സ്വകാര്യ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഒരാഴ്ചയായി കാർ ഇവിടെയുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലായി ഉപേക്ഷിച്ച നിലയിൽ കാർ കണ്ടെത്തി. KL 24A2803 എന്ന രജിസ്റ്റർ നമ്പറുള്ള ഇൻഡിക്കോ കാറാണ് 7 ദിവസമായി സ്കൂൾ കവാടത്തിന് മുൻവശത്തായി കണ്ടെത്തിയത്. ദിവസങ്ങളായി കാർ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധികൃതരും സമീപത്തെ കച്ചവടക്കാരും പുനലൂർ പോലീസിൽ വിവരമറിയിച്ചു. എന്നാൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങി. പുഷ്പരാജൻ സൺ ഓഫ് വാസു, പുഷ്പനിവാസ്, പുതുക്കോട്, കടയ്ക്കൽ എന്നതാണ് രജിസ്റ്റർ ഓണറുടെ അഡ്രസ് എന്ന് കൊട്ടാരക്കര RTO ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ദുരൂഹ സാഹചര്യത്തിൽ കാർ കിടക്കുന്നത് സ്കൂൾ അധികൃതരെയും കച്ചവടക്കാരെയും ഭീതിയിലാക്കിയിട്ടുണ്ട്. പോലീസ് അടിയന്തരമായി ഇടപെട്ട് കാർ ഇവിടെ നിന്നും മാറ്റി ദുരൂഹത മാറ്റണമെന്ന് പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KL ഗോപകുമാർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു 7 ദിവസമായി ഒരു ടാറ്റ ഇൻഡിഗോ CS വിഭാഗത്തിൽപ്പെട്ട ഒരു ചുമല കാറ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. കടക്കാരിൽ നിന്നാണ് നമ്മൾ ആദ്യം അറിയാൻ കഴിഞ്ഞത്. 3 ദിവസമായി കഴിഞ്ഞപ്പോഴാണ് അവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വണ്ടി 3 ദിവസമായിട്ട് ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ 7ാമത്തെ ദിവസമാണ്. ഒരു തരത്തിലുള്ള അന്വേഷണമൊക്കെ നമ്മൾ നടത്തി നോക്കി. പക്ഷേ അതൊന്നും ഇവിടെയുള്ള വണ്ടിയല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റ് സാധന സാമഗ്രികളൊന്നും അതിനകത്ത് ഇല്ലെങ്കിൽ പോലും അതങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിങ്ങനെ സ്കൂളിൻ്റെ ഗേറ്റിന് തടസ്സപ്പെടുത്തിയാണ് കിടക്കുന്നത്. ഇലക്ഷൻ കാലമായതുകൊണ്ട് ഒരുപാട് സാമഗ്രികളും ഇലക്ഷന് ആവശ്യമായ മെറ്റീരിയൽസും എല്ലാം കൊണ്ടുവരുന്നതിന് തടസ്സമായിക്കൊണ്ടാണ് കിടക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ പോലീസിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അവരൊന്ന് നോക്കുകയും ഏതാനും ദിവസങ്ങളിൽ ഇത് വണ്ടി നീക്കം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീടൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ വണ്ടി വീണ്ടും നമുക്ക് തടസ്സമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇതിന്റെ ദുരൂഹത മാറ്റണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹൈടെക് ബസ്സുകളിൽ നിന്നും സ്റ്റീരിയോ സിസ്റ്റം അടക്കമുള്ള ആഡംബര വസ്തുക്കൾ കവർച്ച ചെയ്യുന്ന വിദ്യാർത്ഥികളടങ്ങുന്ന 7-അംഗ മോഷണ സംഘത്തെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണ വസ്തുക്കൾ കടത്തുന്നതിനിടെയാണ് സംഘം പിടിയിലായത്. ഓട്ടോ ഡ്രൈവർമാരായ ഇടമൺ മുള്ളുവിള വീട്ടിൽ 30-കാരനായ സന്തോഷ്, ചരുവിള പുത്തൻ വീട്ടിൽ 18-കാരനായ ഹാഷിം എന്നിവരെയും വിദ്യാർത്ഥികളായ 5 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടാക്കളുടെ വീടുകളിൽ നിന്ന് മോഷണവസ്തുക്കൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. 4 ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങളാണ് പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ചെങ്ങമനാട് പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന 7 ബസ്സുകളിലെ ശബ്ദ വെളിച്ച സംവിധാനങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത്. 2 ബസ്സുകളിലെ ഉപകരണങ്ങൾ മോഷണം പോയത് കുറെ നാളുകൾക്ക് മുൻപാണ്. മറ്റ് 5 ബസ്സുകളിലെ ഉപകരണങ്ങൾ വെള്ളിയാഴ്ച രാത്രിയിലാണ് കടത്തിയത്. പുലർച്ചെ നിർത്തിയിരുന്ന ബസ് എടുക്കാനായി ജീവനക്കാരെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഓട്ടോയിലാണ് മോഷണ സംഘം കടന്നതെന്ന വിവരം പോലീസിൽ അറിയിക്കുകയും തുടർന്നുള്ള തിരച്ചിലിൽ ചെങ്ങമനാട് ഭാഗത്തുനിന്ന് സംഘത്തെ പിടികൂടുകയുമായിരുന്നു. മോഷ്ടിച്ച ഉപകരണങ്ങളിൽ പകുതി കടത്തിയ ശേഷം ബാക്കിയുള്ളവ വഴിയരികിൽ ഒളിപ്പിച്ചിരുന്നു. ഇതെടുക്കാൻ വരും വഴിയാണ് സംഘം പിടിയിലായത്. തുടർന്ന് തെന്മലയിലും ഇടമണിലും വിദ്യാർത്ഥികളുടെ വീടുകളിൽ പരിശോധന നടത്തിയ പോലീസ് മോഷണവസ്തുക്കൾ കണ്ടെടുത്തു. ഉപകരണങ്ങൾ ഇളക്കിയെടുക്കാൻ ആവശ്യമായ സ്പാനറുകളും മറ്റുമടങ്ങുന്ന ടൂൾ കിറ്റും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. അഞ്ചലിലും പത്തനാപുരത്തും ബസ്സുകളിൽ മോഷണം നടത്തിയതും ഇതേ സംഘമാണെന്ന് പോലീസ് പറയുന്നു. JBL ബോക്സ്, CD പ്ലെയർ, ആംപ്ലിഫയർ, ലേസർ ലൈറ്റ്, സ്റ്റീരിയോ സിസ്റ്റം, LED ലൈറ്റ് തുടങ്ങിയ ഉപകരണങ്ങളാണ് കണ്ടെടുത്തത്. കൊട്ടാരക്കര SI N സുനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ നഗരത്തിൽ പുറത്തിറങ്ങാനാകാത്ത വിധം പകൽച്ചൂട് കടുത്തു. ശനിയാഴ്ച മൃഗാശുപത്രി ജീവനക്കാരന് സൂര്യാഘാതമേറ്റു. പുനലൂർ സർക്കാർ മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പുന്നല കാപ്പിമുകളിൽ വീട്ടിൽ K റോബിനാണ് സൂര്യാഘാതമേറ്റത്. ശനിയാഴ്ച രാവിലെ ഓഫീസിലെത്തിയ ശേഷം കുളമ്പ് രോഗ നിവാരണത്തിന്റെ പരിശോധനയുടെ ഭാഗമായി തെന്മലയിലേക്ക് പോകും വഴിയാണ് സൂര്യാഘാതമേൽക്കുന്നത്. അതിഭയങ്കരമായ ക്ഷീണവും ദാഹവും അനുഭവപ്പെട്ട് ശരീരം തളർന്നു. ഉടൻ തന്നെ സുഹൃത്തുക്കൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് വിശദമായ പരിശോധന നടത്തി.
സൂര്യാഘാതമാണെന്ന് സ്ഥിരീകരിച്ചു. വിദഗ്ധ ചികിത്സയും നൽകി. മുൻ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം എന്ന നിലയിൽ പുനലൂർ നിവാസികൾ ജാഗരൂകരാകണമെന്നും തുടർച്ചയായി 3 മണിക്കൂർ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതുപോലെ സമാനമായ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൺബേൺ ഉണ്ടായ പ്രദേശം പുല്ലൂരായിരുന്നു കഴിഞ്ഞ വേനൽക്കാലത്ത്. ഇപ്രാവശ്യം സൺബേണിൻ്റെ മുഴുവൻ ലക്ഷണങ്ങളും അയാൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഫീൽഡ് വർക്കിലായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ ഇവർ മുഖത്ത് സൂര്യപ്രകാശം, തീക്ഷ്ണമായ സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടി പുറംതിരിഞ്ഞ് നിൽക്കുന്ന രീതിയുണ്ട്. അങ്ങനെ മുതുകിൽ വളരെ വലിപ്പത്തിലുള്ള പൊള്ളലുകളാണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. അത് തുടർച്ചയായിട്ട് ജോലി എടുക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ സൺബേണിൻ്റെ സീസൺ കഴിഞ്ഞ വേനൽക്കാലത്ത് സൺബേൺ ധാരാളമായി ഉണ്ടായ സമയത്ത് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുൻകരുതൽ നൽകിയിരുന്നതാണ്. തുടർച്ചയായിട്ട് തീക്ഷ്ണമായ വെയിലത്ത് ജോലിയെടുക്കുന്ന ഒഴിവാക്കണം. പണിസ്ഥലങ്ങളിൽ അതിരാവിലെ ജോലിക്ക് പോവുകയും 11 മണിക്ക് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും ഇന്റർവെല് കൊടുത്തിട്ട് പിന്നെ ജോലി തുടരുന്ന രീതിയിലേക്ക് പോകണം. അപ്പോൾ ജോലി സമയം പുനഃക്രമീകരിക്കണം എന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നാട്ടിലെത്തി മരണത്തിന്റെ വക്കിലെത്തിയ കാട്ടുമൂങ്ങയ്ക്ക് വിളക്കുടി സ്വദേശികളായ സഹോദരങ്ങളുടെ കരുവിൽ പുതുജീവിതം. ജീവൻ വീണ്ടെടുത്ത മൂങ്ങ ഇപ്പോൾ വനപാലകരുടെ സംരക്ഷണയിലാണ്. ചിറക് തകർന്ന് റോഡിലകപ്പെട്ട കാട്ടുമൂങ്ങയ്ക്ക് സഹോദരന്മാർ രക്ഷകരായി. ശനിയാഴ്ച പുലർച്ചെയാണ് വിളക്കുടിയിൽ റോഡിൽ മൂങ്ങയെ കാണപ്പെട്ടത്. ചുറ്റും കാക്കകൾ ആക്രമിക്കുന്ന നിലയിൽ രക്ഷപ്പെടാൻ സാധിക്കാതെ റോഡിൽ കിടക്കുകയായിരുന്നു മൂങ്ങ. ഇതുകണ്ട വിളക്കുടി അജി ഭവനിൽ അജി തോമസ് ഇതിനെയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. തുടർന്ന് അജിയും സഹോദരൻ സജിയും ചേർന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പുനലൂർ സർക്കാർ മൃഗാശുപത്രിയിൽ കൊണ്ടുവന്നു. രാവിലെ ഞാൻ കട തുറക്കാൻ പോയ വഴിക്ക് റോഡിൽ ഒരു മൂങ്ങ റോഡ് വീണ് കിടക്കുന്നു. കാക്ക കൊത്തുന്നതായിട്ടാണ് കണ്ടത്. അതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകി. അതിനുശേഷം തന്നെ മൃഗാശുപത്രിയിലേക്ക് അവിടെ കൊണ്ട് കൊടുക്കുന്നു. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സുഷമയുടെ നേതൃത്വത്തിലുള്ള സംഘം തകർന്ന ചിറകിന് പ്ലാസ്റ്റർ ഇടുകയും മുറിവിന് തയ്യലിടുകയും ചെയ്തു. ക്ഷീണത്തിനുള്ള മരുന്ന് നൽകി 1 മണിക്കൂറോളം നിരീക്ഷിച്ചു. മൂങ്ങ ആരോഗ്യവാനാണെന്ന് കണ്ട ശേഷം തിരികെ നൽകി. പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഉണ്ടായോണ്ട് തുടർന്ന് അജിയും സജിയും മാധ്യമപ്രതിനിധികളുടെ സഹായത്തോടെ മൂങ്ങയെ പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചു. അഞ്ചൽ റേഞ്ച് ഓഫീസർ പി സുഭാഷ് മൂങ്ങയെ ഏറ്റെടുത്തു. വിദഗ്ധ ചികിത്സ നൽകിയ ശേഷം സുഖം പ്രാപിക്കുമ്പോൾ മൂങ്ങയെ തിരികെ കാട്ടിലാക്കുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വീടിനുള്ളിൽ കയറി സ്ത്രീയുടെ മാല പൊട്ടിച്ച് കടക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. തുടയന്നൂർ സ്വദേശി സിനുവാണ് പിടിയിലായത്. തുടയന്നൂർ റീനാവിലാസത്തിൽ 32-കാരനായ സിനുവാണ് അറസ്റ്റിലായത്. കാഞ്ഞിരത്തമൂട് മുളങ്കാട്ടുകുഴിയിൽ സ്വദേശിനിയായ വീട്ടമ്മയാണ് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി ഇയാൾ കടന്നുപിടിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. യുവതി ബഹളം വെച്ചതോടെ സിനു ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. കടയ്ക്കൽ SI എസ് ബിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ സമീപത്തെ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നും പ്രതിയെ പിടികൂടി. വൈദ്യപരിശോധന നടത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾ മുൻപും ഇത്തരം കേസിൽ പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ജനവിധിക്ക് നാളുകൾ മാത്രം, പ്രചരണം കൊഴുപ്പിക്കാൻ ദേശീയ സംസ്ഥാന നേതാക്കൾ. ജനവിരുദ്ധ നയങ്ങൾ മാത്രം എടുത്ത ഒരു സർക്കാരിന്റെ 5 വർഷമാണ് കഴിഞ്ഞുപോയതെന്ന് അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി MLA. കുളത്തൂപ്പുഴയിൽ LDF സംഘടിപ്പിച്ച മഹിളാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഐഷ പോറ്റി. കോടതികൾ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കുന്ന നിലയാണെന്ന് ഐഷ പോറ്റി ചൂണ്ടിക്കാട്ടി. അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പോയ ഒരു 5 കൊല്ലക്കാലമായിരുന്നു കഴിഞ്ഞുപോയത്. സത്യമല്ലേ? പരിശോധിച്ച് ഇന്ന് കൂടി 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളിൽ ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള ഒരു നയത്തിന്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പരമോന്നത കോടതി നമ്മളെ വല്ലാതെ വെട്ടിലാക്കി വഴിയാധാരമാക്കി ഒരു ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി വിധി വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ന് കേരളത്തിലെ കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കോടതി എത്ര രൂക്ഷമായിട്ട്
ഇന്ധനവിലയ്ക്കൊപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചത് കൂടാതെ പൊതുവിതരണ സമ്പ്രദായവും UPA ഭരണത്തിന് കീഴിൽ തകർന്നതായി ഐഷ പോറ്റി പറഞ്ഞു. പെട്രോൾ ഡീസൽ വില കൂടിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വരുന്ന നിത്യോപയോഗ സാധനങ്ങളെല്ലാം ചരക്ക് കൂലി വർദ്ധിച്ചു, യാത്രാക്കൂലി വർദ്ധിച്ചു, കടത്തുകൂലി വർദ്ധിച്ചു. ടാക്സ് വർദ്ധിപ്പിക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വീണ്ടും വർദ്ധിക്കും. അതോടൊപ്പം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ അതിന്റെ ഭാരം നമ്മുടെ മേലിൽ വരും, ഇല്ലേ? പൊതുവിതരണ സമ്പ്രദായം എല്ലാം സാധാരണ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നിരുന്നത് വിദേശ നാണ്യം ഏറ്റവും കൂടുതൽ സമ്പാദിച്ചു കൊടുക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിലാണ്. നാണ്യവിളകൾ ധാരാളമുള്ള സ്ഥലം എന്നുള്ള നിലയിൽ നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ ഒരു പൊതുവിതരണ സമ്പ്രദായം പണ്ട് മുതലേ അംഗീകരിച്ചു വന്നിട്ടുള്ളതാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അട്ടിമറിച്ചു പോകുന്ന സ്ഥിതിയല്ലേ നമ്മൾ കണ്ടത്. കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭ സുരേഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ലൈല ബീവി സ്വാഗതം പറഞ്ഞു. SJ മോഹൻ, ഗോപകുമാർ, B. രാജീവ്, VG രാജേന്ദ്രൻ, അനിൽകുമാർ, മോഹൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തുപുഴ. ഇടതുമുന്നണിയോടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുതിർന്ന നേതാക്കൾ ഇനിയുള്ള ദിവസങ്ങൾ കൊല്ലം മണ്ഡലത്തിൽ പ്രസംഗിക്കും. CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മുതൽ പ്രതിരോധ മന്ത്രി AK ആന്റണി വരെ പ്രചരണത്തിനെത്തുന്നുണ്ട്. MA ബേബിയുടെ പ്രചരണാർത്ഥം CITU അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കഴുതുരുട്ടിയിൽ സംസാരിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇരുമുന്നണികളും ദേശീയ സംസ്ഥാന നേതാക്കളെ പ്രചരണത്തിനിറക്കാനുള്ള തിരക്കിലാണ്. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPMൽ നിന്ന് മത്സരിക്കുന്ന ഏക പോളിറ്റ് ബ്യൂറോ അംഗമാണ് MA ബേബി. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം കൊല്ലം മണ്ഡലത്തിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഏപ്രിൽ 5-നും ദേശീയ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഏപ്രിൽ 6-നും കൊല്ലം മണ്ഡലത്തിൽ സംസാരിക്കും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ കോടിയേരി ബാലകൃഷ്ണൻ ഏപ്രിൽ 4-ന് പുനലൂരിലും S. രാമചന്ദ്രൻപിള്ള ഏപ്രിൽ 7-ന് കൊല്ലത്തും സംസാരിക്കും. CPI നേതാവ് VP ഉണ്ണികൃഷ്ണൻ 5-ന് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ സംസാരിക്കും. UDF-ന് വേണ്ടി കേന്ദ്രമന്ത്രി വയലാർ രവി ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് അഞ്ചലിൽ സംസാരിക്കും. KPCC പ്രസിഡന്റ് VM സുധീരൻ 2-ന് ഏരൂരിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 4-ന് കുളത്തൂപ്പുഴയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 5-ന് ആയൂരിലും കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി 6-ന് പുനലൂരിലും UDF പ്രചരണാർത്ഥമെത്തും. ഇലക്ഷൻ ഡെസ്ക് ലൈവ് വാർത്ത. UDF-ലെ കലർപ്പില്ലാത്ത കൂട്ടായ്മ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന്റെ ആക്കം കൂട്ടുമെന്ന് KLDC ചെയർമാൻ ബെന്നി കക്കാട്. പുനലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യജനാധിപത്യ മുന്നണിയിലെ ഐക്യം മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ദൃഢമാണെന്നും കക്ഷി രാഷ്ട്രീയമെന്നോ ഘടകകക്ഷി വ്യത്യാസമെന്നോ ഇല്ലാതെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പുനലൂർ നിയോജക മണ്ഡലത്തിലെ കൂട്ടായ്മ UDF-ന് ഗുണം ചെയ്യുമെന്നും KLDC ചെയർമാൻ ബെന്നി കക്കാട് അറിയിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ കോടികളുടെ വികസനം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാണ് ഇക്കുറി UDF വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കൂടാതെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടവും കൊടിക്കുന്നിൽ സുരേഷിന്റെയും N. പീതാംബരക്കുറുപ്പിന്റെയും വികസന നേട്ടങ്ങൾ 2 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും ബെന്നി കക്കാട് പറഞ്ഞു. ഈ വികസനത്തിന് വോട്ട് ചോദിച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഓരോ മണ്ഡലങ്ങളിലും വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവായി പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഈ നമ്മുടെ കൊല്ലം പാർലമെന്റിലും മാവേലിക്കര പാർലമെന്റിലും ചിലവാക്കി എന്നുള്ള വസ്തുത, അതിനുവേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ, പുതിയ പുതിയ സംരംഭങ്ങൾ, പുതിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഏകോദര സഹോദരങ്ങളെപ്പോലെ ഐക്യജനാധിപത്യ മുന്നിലെ മുഴുവൻ നേതാക്കളും ശക്തമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന സീറ്റായി ഈ പാർലമെന്റിൽ ഘടകകക്ഷി കൊടുത്തപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളും ഈ പുനലൂർ അടക്കമുള്ള പ്രദേശത്ത് വർക്ക് ചെയ്യുന്നത്. കാരണം അവർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇത് വരും കാലങ്ങളിൽ വലിയൊരു ശക്തിയായി UDF-നെ പുനലൂർ നിയോജകമണ്ഡലത്തിൽ മാറ്റും എന്ന കാര്യം സംശയം വേണ്ട. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വാഹന പരിശോധന ശക്തമാക്കി. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും പ്രത്യേകം പരിശോധനാ സംഘങ്ങൾ രംഗത്തുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് കണക്കിൽപ്പെടാത്ത 3.5 ലക്ഷം രൂപ പരിശോധനാ സംഘം പിടികൂടിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ കിഴക്കൻ മേഖലയിൽ പരിശോധന ശക്തമാകുന്നു. ദേശീയപാതയിൽ പുനലൂർ മുതൽ കോട്ടവാസൽ വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും രാത്രിയും പകലും പരിശോധന പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നടത്തുന്ന പരിശോധനയിൽ സംസ്ഥാനത്തിന് അകത്തും പുറത്തേക്കുമുള്ള ഒട്ടുമിക്ക വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാകുന്നുണ്ട്. സംശയം തോന്നുന്ന യാത്രക്കാരെ ചോദ്യം ചെയ്തും വരുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ചെലവിനായുള്ള പണം കടത്താൻ ശ്രമിക്കുന്നത് തടയാനായാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. തിങ്കളാഴ്ച BDO G. സുധാകരന്റെ നേതൃത്വത്തിൽ തെന്മല, ആര്യങ്കാവ് തുടങ്ങിയ പ്രദേശങ്ങളിലും ശക്തമായ പരിശോധന നടത്തി. ഇതോടൊപ്പം തമിഴ്നാട് ഇലക്ഷൻ വിഭാഗവും അതിർത്തിയിൽ പറക്കുംപടേ എന്ന പേരിൽ പരിശോധന ശക്തമാക്കി വരികയാണ്. ചെങ്കോട്ടയ്ക്ക് സമീപം രേഖകളില്ലാത്ത 3,95,506 രൂപ പിടിച്ചെടുത്ത കേസിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല.
കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്രട്ടാതി മഹോത്സവം മാർച്ച് 30 മുതൽ ഏപ്രിൽ 6 വരെ നടക്കും. പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തിലെ മീനത്തിലെ ഉത്രട്ടാതി മഹോത്സവം മാർച്ച് 30 മുതൽ ഏപ്രിൽ 6 വരെ നടക്കും. മാർച്ച് 30 വൈകിട്ട് 7-ന് തന്ത്രിമുഖ്യൻ രമേശ് ഭാനു പണ്ടാരത്തിൽ കൊടിക്കൂറയിൽ പവിത്രം ചാർത്തി ഉത്സവത്തിന് കൊടിയേറ്റും. ഏപ്രിൽ 3 മുതൽ 5 വരെ ഉത്സവബലിയും ഏപ്രിൽ 5-ന് പള്ളിവേട്ടയും ഏപ്രിൽ 6-ന് തൃക്കൊടിയിറക്കം നടക്കും. അന്നേ ദിവസം തൃക്കണമംഗൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രകുളത്തിൽ നടക്കുന്ന തിരുവാറാട്ടിനു ശേഷം ഘോഷയാത്രയോടെ ഉത്സവം സമാപിക്കും. ഏറ്റവും ഇതോടനുസരിച്ച് 3 ദിവസം ഉത്സവബലിയും ആറാട്ടോടുകൂടി തൃക്കണ്ണമംഗൽ പോയിട്ട് ആറാട്ട് കഴിഞ്ഞിട്ട് മണികണ്ഠനാഥ സ്വീകരണവും ഗണപതി അമ്പലം ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലത്തിന്റെ ഈ വർഷത്തെ പ്രവേശനോത്സവം ഏപ്രിൽ 3-ന് നടക്കും. കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലത്തിന്റെ ഈ വർഷത്തെ പ്രവേശനോത്സവം മാർച്ച് 3-ന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2014-2015 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം ഏപ്രിൽ 3-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ഈ പ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി കലാതിലകം കുമാരി MG ആര്യ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കൊട്ടാരക്കര തമ്പുരാൻ സ്മാരക കഥകളി കലാമണ്ഡലത്തിൽ പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ ഏപ്രിൽ 3-ന് പ്രവേശനോത്സവത്തോടെ ആരംഭിക്കും. രാവിലെ 9-ന് ചെയർമാൻ P. ഹരികുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കേരള യൂണിവേഴ്സിറ്റി കലാതിലകവും ഗായികയും ആയ MG ആര്യ ഉദ്ഘാടനം ചെയ്യും. യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ കഥകളിക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മാളു M. കൃഷ്ണനെ ചടങ്ങിൽ അനുമോദിക്കും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ കുടിനീരിനായുള്ള പോരാട്ടം തുടരുന്നു. കുടിവെള്ള വിതരണം ത്വരിതപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച നഗരസഭയിലെ ഇടത് കൌൺസിലർമാർ പുനലൂർ തഹസിൽദാരെ ഉപരോധിച്ചു. ക്ഷാമം പരിഹരിക്കാൻ കല്ലടയാറ്റിൽ പേപ്പർ മിൽ തടയണയുടെ ഉയരം വർദ്ധിപ്പിക്കുമെന്ന് നഗരസഭ. വീട്ടിനുള്ളിൽ കയറി മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ വെന്തുരുകുന്നു. സൂര്യതാപത്തിൽ മൃഗാശുപത്രി ജീവനക്കാരന് പൊള്ളലേറ്റു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.